Hi dears, welcome to Achus design. ഇന്ന് നമ്മൾ ജോർജറ്റിൻ്റെ ഫാബ്രിക്കിൽ ഒരു ബീഡ്സ് എംബ്രോയിഡറി ഡിസൈനാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വൈറ്റ് കളറിലെ ഒരു ഓഫ് വൈറ്റ് കളറാണ് കേട്ടോ കളറിലെ പേൾസ് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ റെഡ് കളറ് സെയിം സൈസിൽ തന്നെ റെഡ് കളറിൽ പേൾസും എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കട്ട് ബീഡ്സ് ആണ് കേട്ടോ, ഗോൾഡൻ കളറിലെ കട്ട് ബീഡ്സ് ആണ് വേണ്ടത്. അപ്പം ഈ ഒരു 3 ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു പാർട്ടി വെയർ ആയിട്ടുള്ള ഒരു ഡിസൈൻ നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പം അതെങ്ങനെയാണ് ചെയ്യണേ നമുക്കൊന്ന് നോക്കാം. അപ്പം ഞാനിവിടെ ആദ്യം നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ പിക്ചർ വരച്ച് കാണിക്കുന്നില്ല, കാരണം ഇത് പെട്ടെന്ന് നമുക്ക് എടുക്കാവുന്ന ഒരു ഈസി ഡിസൈനാണ്. കാരണം ഇതിൽ നമുക്ക് ബീഡ്സ് വർക്കല്ലേ വരുന്നത്. അപ്പോൾ ബീഡ്സ് വർക്ക് നമ്മൾ ആദ്യം സെൻറ്റർ ഭാഗത്തായിട്ട് ഒരു പോയിൻറ്റ്സ് ഇട്ട് കൊടുക്കുക. സെൻറ്ററിലായിട്ട് ഒരു ബീഡ് ഫിക്സ് ചെയ്ത് കൊടുക്കുക, നമ്മുടെ നെക്കിൻ്റെയൊക്കെ കുറച്ച് താഴെയായിട്ട്. അവിടെ ഒരു ബീഡ്, അതായത് ക്രീം കളറിലെ ബീഡ് ഞാനിവിടെ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് അതിന് ചുറ്റിനും നമ്മൾ ഈ കട്ട് ബീഡ്സുകളൊക്കെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഗോൾഡൻ കളറിലെ കട്ട് ബീഡ്സാണ് ഞാനിവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 8 ബീഡ്സ് ഞാൻ ഇതുപോലെ എടുത്തിട്ട് ഒന്ന് റൗണ്ട് ചെയ്തിട്ട് ഞാനിതിന് ചുറ്റിനുമായിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഓരോ റൗണ്ട് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് അതായത് മുകളിലേക്ക് നീക്കി നമ്മൾ ഒരു ബീഡൂടെ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു 6 ബീഡ്സ് ആണ് നമുക്ക് ആ ഒരു ലെയറിൽ വരുന്നത്, അതായത് നമ്മുടെ നെക്കിൻ്റെ താഴേക്ക് ഉള്ള പോർഷനിൽ നമുക്ക് വരുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ ഓരോ ബീഡും ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഇതുപോലെ റൗണ്ട് ബീഡ്സ് നമ്മളിതുപോലെ ചെയ്ത് കൊടുക്കാണ്ട് ലോക്കിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ലോക്കിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് മുകളിലേക്ക് നീക്കിയിട്ടാണ് അടുത്ത ബീഡ്സ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ഈ ഒരു റൗണ്ടിന് ചുറ്റിനുമായിട്ട് ഒരു 4-5 ബീഡ്സുകളും അതുപോലെ കട്ട് ബീഡ്സുകളും നമുക്ക് വരുന്നുണ്ട്. ഇനിയിപ്പം ഞാൻ ചെയ്യണം കണ്ടോ, കുറച്ച് മുമ്പിലേക്ക് നീക്കിയിട്ട് ഇതിനോട് ചേർന്ന് തന്നെ വരത്തക്ക വിധത്തിലാണ് കേട്ടോ ഒരു ബീഡൂടെ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ ഒന്നുകൂടെ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി അതിന് ചുറ്റിനും നമുക്ക് ഈ ഒരു കട്ട് ബീഡ്സ് നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ഈസി ഡിസൈനാണ് കേട്ടോ ഇത് നമുക്ക് ആ ഒരു റൗണ്ട്സ് പോലെ ഒന്നാക്കിയെടുത്ത് നമ്മളൊന്ന് അതിനകത്തേക്കാക്കി ഒന്ന് ലോക്കിട്ട് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. സ്ലീവിനും നമുക്ക് ഈ ഒരു വർക്ക് തന്നെ ചെയ്ത് കൊടുക്കാം. അതുപോലെ ദുപ്പട്ട വേണ്ടവർക്ക് ദുപ്പട്ടയിലും നമുക്ക് ഈ ഒരു വർക്ക് തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിതുപോലെ ചെയ്ത് കൊടുത്തു. ഇനി ഒരു കുറച്ച് ഇങ്ങോട്ട് സൈഡിലേക്ക് നീക്കിയിട്ട് അടുത്ത ബീഡ് ഫിക്സ് ചെയ്ത് കൊടുത്തു. അതിലും നമ്മളിതുപോലെ തന്നെ ലോക്കിട്ട് കൊടുത്തിട്ട് ചുറ്റിനും നമ്മൾ ഈ ഒരു റൗണ്ട് ബീഡ്സ് കട്ട് ബീഡ്സ് നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് ചെയ്ത് കൊടുത്തേക്കണം. മനസ്സിലായോ? ഒരു പോർഷനിൽ പിന്നെ ക്രീം കളറിലെ ആണെങ്കിൽ അടുത്ത ലെയർ വരുമ്പോൾ റെഡ് കളറാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ നമുക്ക് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് താഴേക്കാണ് നമ്മളുടെ ഈ ഒരു ഡിസൈൻ. ഇതിപ്പോൾ ക്രീം കളറാണെങ്കിൽ ക്രീം കളർ ഒരു 3 ലെയർ താഴേക്ക് വരിക, തൊട്ടടുത്തായിട്ട് റെഡ് കളറിലെ ബീഡ്സ് താഴേക്ക് കൊണ്ടുവരിക ലെയറായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് പിക്ചർ കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് ചെയ്തേക്കുന്നത് എന്നുള്ളത് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാനിവിടെ പാറ്റേൺ ഒന്നും കാണിക്കാഞ്ഞത്. ഇങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു ഡിസൈൻ നമുക്ക് വരുന്നത്. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.